അസ്സലാമലൈക്കും. നമ്മളെല്ലാവർക്കും കടം കൊടുക്കുമല്ലോ, പക്ഷേ അത് തിരിച്ചു കിട്ടാൻ വലിയ പാടാണ് അല്ലേ? ആരെയും മനസ്സറിഞ്ഞ് വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലരും ഇന്ന് വഞ്ചിക്കപ്പെടുന്നു, വറ്റിക്കപ്പെടുന്നു. കുടുംബക്കാർ, അയൽക്കാർ, കൂട്ടുകാർ, ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാമ്പത്തികമായി നമ്മൾ പലർക്കും പല നിലക്കും കടങ്ങൾ നൽകിയിട്ടുണ്ടാകും. കടം കൊടുത്തവരും കടം വാങ്ങിയവരും നമ്മളിലുണ്ടാകും. സ്വർണമായിട്ടും പണമായിട്ടും കടം നൽകിയവരുണ്ടാകും. പക്ഷേ കടം നൽകിയവർ ഇന്ന് പറ്റിക്കപ്പെട്ടുപോയി, വഞ്ചിക്കപ്പെട്ടുപോയി. സന്തോഷത്തോടെ പലരും പറഞ്ഞ് കടം വാങ്ങിയവർ തിരിച്ചു കൊടുക്കുന്നില്ല. സ്വർണം വാങ്ങിയവർ തിരിച്ചു നൽകുന്നില്ല. എന്തൊരു മനുഷ്യരാണ്! അവരൊക്കെ അള്ളാഹ് കാത്ത് കൊള്ളട്ടെ. യുദ്ധത്തിൽ ഷഹീദായവർക്ക് മുഴുവൻ പാപങ്ങൾ പൊറുക്കപ്പെടും. പക്ഷേ കടമുണ്ടെങ്കിൽ അത് വീട്ടാതെ അള്ളാഹു പൊറുക്കില്ല. അത്രയ്ക്കും ഗൗരവം നിറഞ്ഞതാണ് കടം. ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഒരുത്തൻ അവകാശപ്പെട്ട പണമോ സമ്പത്തോ സ്വർണമോ വേറൊരുത്തൻ്റെയോ കുടുംബക്കാരൻ്റെയോ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു ലഭിക്കാൻ ഈ പറയാൻ പോകുന്ന ദിക്ർ ഇസ്മ അധികരിപ്പിക്കുക. അള്ളാഹുവിൻ്റെ മഹത്തായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് യാ വാരിസു യാ അള്ളാഹ്. അനന്തരാവകാശം എടുക്കുന്നവൻ, സർവാവകാശി എന്നാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം. 707 ഈ ഇസ്മിൻ്റെ അതത്. അതിനാൽ 707 തവണ ദിവസവും ചൊല്ലി ദുആ ചെയ്യുക. ഈ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് കിട്ടേണ്ട മുതൽ തിരിച്ചു കിട്ടും. എല്ലാവരും ഇന്നു മുതൽ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അവരുടെ കടം കൊടുത്ത മുതൽ തിരിച്ചു കിട്ടാൻ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.